അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗാ പ്രദർശനവും യോഗ ഡാൻസും ശ്രദ്ധേയമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണം മണ്ഡലം എംഎൽഎ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanyanad. ഉദുമ ഗ്രാമപഞ്ചായത്ത്, കേരള സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, ഉദുമ ആയുഷ് യോഗ ക്ലബ്ബ് എന്നിവർ സംയുക്തമായാണ് അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആഘോഷിച്ചത്. ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണം മണ്ഡലം എംഎൽഎ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാമല്ലോ, ഈ കോവിഡ് എന്ന മഹാമാരി വന്നതിന് ശേഷം നമ്മുടെ ജീവിത ശൈലിക്കകത്തുണ്ടായ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് ശേഷം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങൾ, വ്യത്യസ്തമായ രോഗങ്ങൾ, ആ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് യോഗയിൽ കൂടി ഒരു പരിധി വരെ നമുക്ക് സാധിക്കും എന്നൊരു വിശ്വാസമാണ് നമുക്കൊക്കെ ഉള്ളത്. കാരണം നമ്മുടെ മനസ്സും ശരീരവും ആത്മാവിനെയും ഒന്നിപ്പിച്ചുകൊണ്ട്, അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്രീയമാണ് യോഗ എന്ന കാര്യത്തിൽ തർക്കമൊന്നും നോക്കിയില്ല. നമ്മുടെ മാനസിക സംഘർഷം അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും നമുക്ക് വിവിധ തരം രോഗങ്ങൾ ഇടയാക്കുന്നത് എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. അങ്ങനെ മാനസികമായ സംഘർഷത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ആ സംഘർഷം ലഘൂകരിക്കുവാൻ നമുക്ക് യോഗ ക്ലാസ്സിലൂടെ നമുക്ക് സാധിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ പി ലക്ഷ്മി, ഹംസാദേളി, മംഗള ടീച്ചർ, അംഗങ്ങളായ ചന്ദ്രൻ നാലാംവാതുക്കൽ, പ്രമീള, കരീം നാലാംവാതുക്കൽ, സി കെ വേണു, കെ വി അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ഉദുമയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രതീഷ് പി സ്വാഗതവും യോഗ ഇൻസ്ട്രക്ടർ പ്രമോദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ആയുഷ് ക്ലബിലെ പഠിതാക്കൾ യോഗ പ്രദർശനം നടത്തി. കുട്ടികൾ യോഗ ഡാൻസും അവതരിപ്പിച്ചു. ഉദുമ ഹോമിയോ ഡിസ്പെൻസറിയുടെ കീഴിൽ 15ഓളം യോഗ ക്ലബ്ബുകളാണ് നിലവിലുള്ളത്. 500ഓളം പേർ ഇതിനോടകം പരിശീലനം നേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉദുമ.